പേജ് നമ്പർ 431. ദിലീപും പൾസർ സുനിയും ജോയ്സ് പാലസ് ഹോട്ടലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് കണ്ടുവെന്നും 10,000 രൂപ ദിലീപ് എനിക്ക് തന്നു എന്നും പൾസർ സുനി വാദം ഉന്നയിക്കുകയും ഇതേ വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നതിന് വളരെ മുമ്പേ ദിലീപിനെ അവിടെ കൊണ്ടുപോയി പറയെടുപ്പ് നടത്തി, ആ സ്ഥലത്തൊക്കെ പറയെടുപ്പ് നടത്തി. എന്നിട്ട് ചർച്ചകൾ ഇങ്ങനെയായിരുന്നു: ഈ സ്ഥലത്ത് വെച്ചാണ് ഞാനും പൾസർ സുനിയും കണ്ടത് എന്ന് ദിലീപ് കുറ്റസമ്മതം നടത്തി എന്ന രീതിയിലായിരുന്നു മാധ്യമ ചർച്ചകൾ. പക്ഷേ കോടതിയിൽ വന്നപ്പോൾ പൾസർ സുനി അവിടെ എത്തിയതിന്റെ സാക്ഷികൾ ആരുമില്ല, CCTV ഫുട്ടേജിൽ പൾസർ സുനി ഇല്ല, CCTV ഫുട്ടേജിൽ പൾസർ സുനിയുടെ വണ്ടിയില്ല. ഇതൊക്കെ പോട്ടെ, CCTVയിൽ ഒളിച്ചു നടന്നു നോക്കാം. അവിടുത്തെ ജോയ്സ് പാലസിലെ രജിസ്ട്രിയിലും സുനിയുടെ ബൈക്ക് നമ്പർ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല. ജോയ്സ് പാലസ് ചീട്ട് കൊട്ടാരം പോലെ കോടതിയിൽ തകർന്നു വന്നു. പാലസിൽ വെച്ച് 10,000 രൂപ ദിലീപ് എനിക്ക് കൈമാറി, കുറ്റസമ്മതം നടത്തി ദിലീപ് എന്നായിരുന്നു മാധ്യമ ഹെഡിങ്ങുകൾ. അന്ന് രാവിലെ മുതലുണ്ടായിരുന്നു. ദിലീപ് നടക്കുന്നതിന്റെ വിഷ്വൽസും പാർക്കിംഗ് ലോട്ടിൽ നടക്കുന്നത് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും വിശ്വസിച്ചു ദിലീപ് കുറ്റസമ്മതം നടത്തി, ദിലീപ് ചെയ്തിട്ടുണ്ടാവും എന്ന രീതിയിൽ നമ്മൾ വിശ്വസിച്ചു. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടായില്ല, കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായില്ല. ജോയ്സ് പാലസിൽ പൾസർ സുനി പോയിട്ടും ഉണ്ടായില്ല. അവകാശവാദം ഉണ്ടായിരുന്നു പ്രോസിക്യൂഷന്, പക്ഷെ പോയിട്ടുണ്ടായില്ല. ഒരു തെളിവുമില്ല, CCTVയിൽ ഇല്ല, എവിടെയില്ല. കോടതിയിൽ മാത്രമാണ് ഇത് തെളിയിക്കപ്പെട്ടത്. പക്ഷെ ഇത് നമ്മളിലേക്ക് എത്തില്ല. എത്ര പേരിലേക്ക് ഇത് എത്തി എന്നത് സംശയകരമാണ്.